മല്ലിയോട്ട് തീയക്ഷേമസഭ പ്രവർത്തകർക്ക് നേരെ CPM നടത്തുന്ന അതിക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് തീയക്ഷേമസഭ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കമ്മിറ്റി പ്രവർത്തകർക്ക് നേരെ നിരന്തരമായി യാതൊരു പ്രകോപനവുമില്ലാതെയാണ് CPM അക്രമം നടത്തുന്നത്. CPM അവരുടെ അജണ്ട നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത്. പ്രവർത്തകർക്ക് നേരെ കായികപരമായ ആക്രമണവും കള്ളക്കേസുകളും ചാർത്തി സംഘടനാ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും തീയക്ഷേമസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി വിനോദൻ തുരുത്തി ആരോപിച്ചു. തീയക്ഷേമസഭാ പ്രവർത്തകർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് തീയക്ഷേമസഭാ സംസ്ഥാന ജനറൽ സെക്രട്ടറി വിനോദൻ തുരുത്തി വാർത്താ സമ്മേളനം നടത്തിയത്. തീയക്ഷേമസഭ മല്ലിയോട്ട് മേഖലാ കമ്മിറ്റി പ്രവർത്തകർക്ക് നേരെ നിരന്തരമായി CPM യാതൊരു പ്രകോപനവുമില്ലാതെയാണ് അതിക്രമങ്ങൾ നടത്തുന്നത്. ഇത് അവസാനിപ്പിക്കണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. മല്ലിയോട്ട് ക്ഷേത്രത്തിൽ CPM അവരുടെ അജണ്ട നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത്. പ്രവർത്തകർക്ക് നേരെ കായികപരമായ അക്രമവും കള്ളക്കേസുകളും ചാർത്തി സംഘടനാ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അടിത്തറയാണ് തീയ സമുദായം. എന്നാൽ തീയ സമുദായം സംഘടിക്കുമ്പോൾ CPM എതിർക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. തീയക്ഷേമ സഭയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ BJP-ക്കാർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞാണ് CPM അതിക്രമം നടത്തുന്നത്. തങ്ങളുടെ രാഷ്ട്രീയ അടിത്തറയിൽ ഇളക്കം തട്ടുമോ എന്ന ഭയമാണ് ഇത്തരത്തിൽ കാട്ടിക്കൂട്ടുന്ന വെപ്രാളത്തിന് പിന്നിലെന്നും ഭാരവാഹികൾ ആരോപിച്ചു. മല്ലിയോട്ട് മേഖലാ കമ്മിറ്റി പ്രവർത്തകർക്ക് നേരെയുള്ള നിരന്തരമായിട്ടുള്ള ആക്രമണത്തിൽ പ്രതിഷേധിച്ചിട്ടുള്ള ഒരു പത്രസമ്മേളനമാണ്. അവിടെ നമ്മുടെ എന്താ പറയുക, ഒരുപാട് സമുദായ സംഘടനകളുണ്ട് കേരളത്തിൽ. ആർക്കും ഒരു പ്രശ്നമില്ല. പക്ഷെ ഈ സമുദായം ഒന്നിക്കുന്ന സമയത്ത് വളരെ കായികമായിട്ടും മാനസികമായിട്ടൊക്കെ തകർത്ത് നമ്മുടെ സംഘടനയെ ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് CPM പ്രവർത്തകർ, അവിടുത്തെ കുഞ്ഞിമംഗലം പ്രാദേശികമായിട്ടുള്ള CPM-ന്റെ ആൾക്കാർ നമ്മുടെ പ്രവർത്തകർക്ക് നേരെ ആക്രമിക്കുന്നത്. ഒരു പ്രകോപനവും ഇല്ലാതെയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അടിത്തറ എന്ന് പറഞ്ഞാൽ തീയ സമുദായം തന്നെയാണ്. എന്നാൽ അവിടെ കുഞ്ഞിമംഗലത്തുള്ള ഏകദേശം ഉള്ള തീയക്ഷേമസഭയുടെ പ്രവർത്തകരെല്ലാം ഒന്നുകിൽ പാർട്ടി മെമ്പർമാരാണ്, അല്ലെങ്കിൽ അനുഭാവികളാണ്. അങ്ങനെയുള്ളവരൊക്കെ RSS-ന്റെ ആൾക്കാരാണെന്ന് പറഞ്ഞിട്ടുള്ള ആരോപണം നടത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവരെ അടിത്തറയിൽ തന്നെ ഇളക്കം വരും എന്നുള്ളൊരു പേടി അവർക്കുണ്ട്. അതുകൊണ്ടുള്ള ഇതാണ് വെപ്രാളാണ്. അത് മാത്രമല്ല, ഒരു പൊതുവേ സമാധാനപരമായിട്ടുള്ള ഒരു പ്രദേശമാണ് കുഞ്ഞിമംഗലം. ആ പ്രദേശത്ത് അവര് ഇങ്ങനെ നിരന്തരം നമ്മുടെ പ്രവർത്തകരെ വന്നിട്ട് ആക്രമിച്ചിട്ട് അവിടുത്തെ സമാധാന അന്തരീക്ഷം തകർത്തിട്ട് അത് തീയക്ഷേമസഭയുടെ തലയിൽ കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള പ്രവണതയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. സംഘടനയെ കരിവാരത്തേക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് ഇതിന് പിന്നിൽ. കഴിഞ്ഞ ഓഗസ്റ്റ് 11-ന് കുഞ്ഞിമംഗലം ആണ്ടാംകൊവ്വലിൽ വെച്ച് ഒരു കൂട്ടം CPM പ്രവർത്തകർ തീയക്ഷേമസഭാ പ്രവർത്തകരെ മർദ്ദിക്കുകയും ഒരു പ്രവർത്തകന്റെ ഭാര്യയുടെ സ്കൂട്ടർ നശിപ്പിച്ച് തോട്ടിൽ ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അക്രമത്തിൽ പരിക്കേറ്റ തീയക്ഷേമസഭാ പ്രവർത്തകർക്ക് നേരെയാണ് പോലീസ് കേസെടുത്തത്. ഓഗസ്റ്റ് 12-ന് സഭ മല്ലിയോട്ട് മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ കഴിഞ്ഞു മടങ്ങുകയായിരുന്ന സഭാ പ്രവർത്തകരെ കൂട്ടത്തോടെ CPM പ്രവർത്തകർ ആക്രമിച്ചിരുന്നു. സംഭവസ്ഥലത്തെത്തിയ SIA ഉൾപ്പെടെയുള്ളവർക്ക് നേരെയും അക്രമം അഴിച്ചുവിടുകയുണ്ടായി. നിയമത്തെ പോലും വെല്ലുവിളിച്ച് ഭരണസ്വാധീനത്താൽ CPM തീയക്ഷേമസഭാ പ്രവർത്തകർക്ക് നേരെ നടത്തുന്ന കടന്നാക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് T. സന്തോഷ്, മല്ലിയോട്ട് മേഖലാ സെക്രട്ടറി കൃഷ്ണൻ, കാവിന്നരികത്ത്, ബാലൻ, പോള എന്നിവർ പങ്കെടുത്തു.